ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്? പൊതുവെ നാർസിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ സംസാര ശൈലി തന്നെയാണ്. സാധാരണ നോർമൽ വ്യക്തി സംസാരിക്കുന്ന രീതിയല്ല അവർക്ക്. പലപ്പോഴും പല തന്ത്രങ്ങളും അവർ സംസാരത്തിനിടയിൽ പയറ്റും. ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. ഡാർക്ക് സൈക്കോളജിയിൽപ്പെട്ട പല തന്ത്രങ്ങളാണ് പലപ്പോഴും അവർ ഉപയോഗിക്കാറ്. അത്തരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതെ, വേർഡ് സലാഡ്. ഈ വേർഡ് സലാഡ് എന്ന വാക്കിൽ തന്നെ ചില രഹസ്യങ്ങളുണ്ടല്ലേ. അതായത് സലാഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അതെ, നമ്മളെ ഫുഡിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു വിഭവം, പല ഫ്രൂട്ട്സ് സാധനങ്ങളും അതേപോലെ കക്കരി അടക്കമുള്ള ചില ഐറ്റംസൊക്കെ നിറച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിഭവം. അപ്പോൾ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് പല രീതിയിലുള്ള രുചിയാണ്, ഒറ്റ രുചിയല്ല. ഇതേപോലെ തന്നെയാണ് ഇവരുടെ സംസാര രീതിയെ സൂചിപ്പിക്കുന്നത്. അതായത് ഇവർ കൃത്യതയില്ലാത്ത പല കാര്യങ്ങളും കൂട്ടിക്കുഴച്ച ഒരു സംസാരമുണ്ട്. ഈ സംസാരത്തിൽ വാദി പ്രതിയായി പോകും. അതായത് ഇവരോട് സംസാരിച്ച വ്യക്തികൾ എന്തെന്നില്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ ആകും. മാത്രമല്ല ഇവർ സംസാരത്തിന് കൃത്യമായി മറുപടി പറയാനോ അതിന് വ്യക്തമായി മനസ്സിലാക്കാനോ സാധിക്കില്ല. മറുപടി പറയാൻ പോട്ടെ, നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ ഭാഗത്താണോ എൻ്റെ ഭാഗത്താണോ ശരി എന്ന് ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, വേർഡ് സലാഡ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവർക്ക് ചില ഘട്ടത്തിൽ സംസാരത്തിൽ രക്ഷപ്പെടേണ്ടി വരും. അതായത് ഇവർ കുടുങ്ങുമെന്ന സാഹചര്യം വരുമ്പോൾ വിക്ടിമിന് മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ആശയക്കുഴപ്പത്തിലാക്കലാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഇതിനൊരുപാട് തന്ത്രങ്ങൾ ഇവർ പയറ്റാറുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇത്തരം തന്ത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയാം. അതായത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ വീണ്ടും വീണ്ടും അടിസ്ഥാനപരമായിട്ട് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോ ആയിരിക്കും. കാരണം പലപ്പോഴും നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കില്ല. മാത്രവുമല്ല നമ്മൾ ആ ഘട്ടം വരുമ്പോൾ കുടുങ്ങിപ്പോവും. അത്തരം ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ നാർസിസ്റ്റിൻ്റെ നിന്ന് ഫീൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമാണ് വേർഡ് സലാഡ്. അതായത് ഇവർ വേർഡ് സലാഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള എക്സ്പീരിയൻസ്, അതായത് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ട എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലും കുടുങ്ങിപ്പോകുന്ന അർത്ഥം. അങ്ങനെയാണ് എങ്കിൽ സാധാരണക്കാരായ വിക്ടിമായ ആൾക്കാർ എത്രത്തോളം കുടുങ്ങുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ സെഷൻ കേൾക്കണം. മാത്രവുമല്ല ഇത്തരം അനുഭവമുള്ള ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും. ഈ ഉദാഹരണങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് ആരെങ്കിലും വേർഡ് സലാഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തോന്നിയാൽ നിങ്ങൾ അവരുടെ സംസാരം റെക്കോർഡ് ചെയ്യുക. പിന്നീട് അത് ഒരു നോട്ട് ബുക്കിൽ എഴുതുക. എന്നിട്ട് ഓരോ കമൻറ്റുകൾ സെക്ഷനായിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ ആയിട്ട് തട്ടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേർഡ് സലാഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. ഇനി വേർഡ് സലാഡ് ഉപയോഗിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ഒന്നാമത് ഇവർ വേർഡ് സലാഡിന് ഉപയോഗിക്കുന്ന തന്ത്രമാണ് സർക്കുലാർ ആർഗ്യുമെൻറ്റ്. അതായത് വട്ടം കറക്കൽ. തുടങ്ങിയിടത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ എവിടെ നിന്ന് സംസാരം തുടങ്ങി അവിടെ തന്നെ എത്തും. ഇനി കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ആ തുടക്കത്തിൽ തന്നെ എത്തിക്കും. എത്ര സംസാരിച്ചാലും അവസാനം ഇങ്ങനെ കറങ്ങി അവിടെ തന്നെ എത്തും. അതായത് മണിക്കൂറുകൾ സംസാരിച്ചാലും സംസാരം തുടങ്ങിയിടത്ത് തന്നെ ഉണ്ടാവും. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടാവില്ല. മാത്രവുമല്ല അവരുടെ സംസാരം കൊണ്ട് നമ്മളാകെ കുഴങ്ങിയിട്ടുണ്ടാവും. നമുക്ക് സംശയം തോന്നി, കുറ്റബോധം തോന്നി, ഞാൻ എന്തിന് ചോദിച്ചു, എന്തിനായിരുന്നു എനിക്ക് ഈ പണി എന്നൊരവസ്ഥ, ഒരു ഫീലിംഗ്, ഒരു വല്ലായ്മ, ഒരു പ്രയാസം ആരനുഭവിക്കും? ചോദിക്കുന്ന വ്യക്തി. അത് വിക്ടിമാവട്ടെ സപ്പോർട്ടറാവട്ടെ ആരായാലും അതനുഭവിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ പോലും നിങ്ങളും അനുഭവിക്കും. അതായത് സൈക്കോളജിസ്റ്റിനെ വരെ ഇവർ വട്ടം കറക്കുമെന്നർത്ഥം. ഈ സർക്കുലർ ആർഗ്യുമെൻറ്റ് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ആ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഉദാഹരണം, ഇവിടെ ആദ്യത്തെ ഉദാഹരണം ഞാൻ പറയുന്നത് ഭർത്താവ് നാർസിസ്റ്റായ കേസിലാണ് കേട്ടോ. ഞാൻ ഫാമിലി കേസായിട്ട് പറയാണ്, മൊത്തത്തിൽ പറയാൻ ഒരു പ്രയാസമുള്ളതുകൊണ്ട് 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഭർത്താവ് നാർസിസ്റ്റാണ്, ഭാര്യ വിക്ടിമാണ്. അപ്പോൾ ഭർത്താവ് രാത്രി മുഴുവൻ കോൾ ചെയ്യുന്നു. ഇത് കാണുന്ന ഭാര്യ സ്വാഭാവികമായിട്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരോടാണ് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നതെന്ന്.
അപ്പോൾ ഇയാളുടെ മറുപടി എന്താ പറയേണ്ടത്? ഇന്ന ആൾക്ക് MSA അയക്കാണെന്നൊക്കെ. പക്ഷെ ഒരിക്കലും അത് പറയൂലല്ലോ. ഇയാൾ മറുപടി കൊടുക്കുകയാണ്, നിനക്കെപ്പോഴും എന്നെ സംശയമാണ്, സംശയമുള്ള ബന്ധത്തിൽ എന്തർത്ഥമാണുള്ളത്, നിനക്കെപ്പോഴും എന്നെ സംശയമാണ് എന്ന രീതിയിലാണ് മറുപടി. അപ്പോൾ ഇവിടെ ഭാര്യ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ സംശയമല്ലല്ലോ, ഞാൻ കാര്യം ചോദിച്ചല്ലേ. ഭർത്താവിൻ്റെ വീണ്ടും അടുത്ത മറുപടി, നീ എൻ്റെ സ്വകാര്യതയിൽ ഇടപെടുന്നു, മാത്രവുമല്ല നീ എന്നെ സംശയിക്കുന്നു. നീ എന്നെ സംശയിക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ആരോടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞേനെ. പക്ഷേ നിനക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വൈഫിന് നീ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാലോ നിനക്ക് സംശയമാണ്. അതായത് ഈ ചർച്ച എത്ര പോയി കഴിഞ്ഞാലും അവസാനം നിനക്ക് സംശയമാണ്. അപ്പോൾ ചാറ്റ് ചെയ്യുന്നത് ആരോടാണെന്ന് പറയോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ തന്ത്രം. മാത്രവുമല്ല ഭാര്യയെ ലേബൽ ചെയ്തു. ഭാര്യ എന്നെ സംശയിക്കുന്ന ഒരാളാണ്, സംശയ രോഗിയാണ്, ഇയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് തെറ്റുമില്ല. ഇതൊരു തന്ത്രമാണ്. അതായത് വട്ടം കറക്കി ആരാണോ വിക്ടിം, ആരാണോ ചോദിക്കുന്നത്, ചോദിക്കുന്നയാളെ പ്രതിയാക്കുകയും ചെയ്യും, ചോദിക്കുന്ന ആൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കുകയും ചെയ്യില്ല. എന്നാൽ ഇവർ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇതിനെ നമുക്ക് നോക്കാം. ഭാര്യ വീണ്ടും ചോദിക്കുകയാണ്, എന്നാലും നീ പറ, നീ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്? ഈ സമയത്ത് ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും ഇയാൾക്ക് പറയാം, നീ എന്തിനാണ് എന്നെ സംശയിക്കുന്നത്? സംശയിക്കുന്ന ഒരാളോട് ഞാൻ എന്തിന് മറുപടി പറയണം? സംശയിക്കുന്ന ബന്ധത്തിൽ അർത്ഥമേ ഇല്ല, ഞാൻ മറുപടി പറയൂല, തീർന്നില്ലേ? അങ്ങനെ പറഞ്ഞ് ഇയാൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ അവസാനം ഭാര്യയ്ക്ക് തോന്നും, ഞാൻ അങ്ങനെ ചോദിക്കണ്ടായിരുന്നു, കുറച്ച് സോഫ്റ്റായിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു, ഞാൻ അങ്ങനെ ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ രീതിയിൽ സംശയിച്ച് സ്വയം വേദനിക്കുന്ന അവസ്ഥയിലേക്ക് വിക്ടി മറിയും. ഇതൊരു ഉദാഹരണം. ഇനി നേരെ തിരിച്ച് ഭാര്യ നാർസിസിസ്റ്റ്, ഭർത്താവ് വിക്ടിമായി കഴിഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിലെ ഉദാഹരണം കൂടി നോക്കാം. ഇവിടെ ഭർത്താവിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വീട്ടിലെ ചിലവ് വളരെ കൂടുതലാണ്. അതായത് ഈ മാസം ഇയാളുടെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായി, ഇയാൾക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വന്നു. ആ സാഹചര്യത്തിൽ ഇയാൾ ഭാര്യയോട് പറയാണ്, നമുക്ക് ഈ മാസത്തിൽ വളരെ ചിലവ് കൂടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ചിലവ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ എന്ന് പറയണം. ആ സമയത്ത് വൈഫിൻ്റെ മറുപടി, അപ്പം ഞാനാണല്ലേ മൊത്തം തീർക്കുന്നത്, വീട്ടിലെ ചിലവിന് ഉത്തരവാദി ഞാനാണല്ലേ, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ ജ്യേഷ്ഠനും മറ്റൊക്കെ ഇവിടെ വന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തത്, അപ്പോൾ അതൊന്നും ചിലവല്ലേ, ഞാൻ മാത്രമാണ് ചിലവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. വീണ്ടും അയാൾ പറയാണ്, ഭർത്താവ് പറയാണ്, അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ ചിലവ് കുറച്ച് കൂടുന്നുണ്ട്, നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഞാൻ ചിലവ് കൂട്ടുന്നതാണ് ഇപ്പോൾ പ്രശ്നം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചിലവ് ചെയ്യാമല്ലേ, അപ്പോൾ ഞാനാണ് കുറ്റക്കാരി. ഇങ്ങനെ അതായത് എത്ര ചോദിച്ചു കഴിഞ്ഞാലും തുടങ്ങിയിടത്ത് തന്നെ ഉണ്ടാവും, ഞാനാണ് കുറ്റക്കാരി, ഞാൻ ചിലവ് കൂടുതൽ ചെയ്യുന്നു. ഭർത്താവ് ഒരു ലോജിക്കലായ ഒരു കാര്യമാണ് പറഞ്ഞത്, അതായത് ചിലവ് കുറച്ച് കൂടുന്നുണ്ട്, നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ ഭാര്യ എവിടെ എത്തിച്ചു? ഭാര്യ തന്നെ തെറ്റുകാരിയാക്കി, അതായത് വിക്ടിം കാർഡ് കളിച്ച് മെല്ലെ അതിനെ സർക്കുലർ ആർഗ്യുമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഭർത്താവ് എത്ര പറഞ്ഞാലും ബോധ്യപ്പെടില്ല. ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ, അതായത് ഈ സംസാരം കൂടുതലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൈസ ചിലവാക്കിയതിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, നിങ്ങളെ വീട്ടുകാർക്ക് എത്രയും ചിലവാക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും അത് തുടങ്ങിയെടുത്തേക്ക് തന്നെ എത്തിക്കും. അതുകൊണ്ട് ഇനി എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ നമ്മളെ ചിലവിൻ്റെ കാര്യമല്ലേ പറഞ്ഞാൽ കുറച്ച് കൺട്രോൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ആർഗ്യുമെൻറ്റിനെ എത്തിച്ചു കളയും. ഒന്നോ നമ്മളെ വഴിമുട്ടിക്കും, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങിയത് തന്നെ എത്തിച്ചുകൊണ്ടിരിക്കും. അതായത് നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഒരു ചർച്ച നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്തണം, അതിന് ഉത്തരം കിട്ടണം, അങ്ങനെ പോയി അവസാനം ഒരു വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി ഉത്തരം കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സ്നേഹം ചെലവ് കുറ്റപ്പെടുത്തൽ, ഇങ്ങനെ പോയിട്ട് അവസാനം എങ്ങും എത്താത്തുള്ള ചർച്ചയിലെത്തും. ഇതാണ് വേർഡ് സലാഡിന് പറ്റിയ ഒരു ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? സർക്യുലർ ആർഗ്യുമെൻറ്റ്. ഇനി അടുത്ത വേർഡ് സലാഡിന് പറ്റിയ ഉദാഹരണമാണ് ഡിഫ്ലക്ഷൻ, അതായത് സബ്ജക്റ്റ്, വിഷയം മാറ്റൽ. ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കെ, പറയാൻ പറ്റുമെന്നിരിക്കെ അത് പറയാതെ വേറെ വിഷയം കൊണ്ടിടാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും? ഈ ചോദിച്ച ചോദ്യം അവിടെ ശൂന്യമായി പോകും, ഇല്ലാതായി പോകും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഭർത്താവിനോട് ഭാര്യ വൈദ്യുതി ബില്ല്, കറണ്ട് ബില്ല് അടക്കാൻ ഏൽപ്പിച്ചിരുന്നു. അത് കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭർത്താവ് ബില്ലടച്ചില്ല. ആ സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ ബില്ലടച്ചോ? അപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ മതി, ഞാൻ ബില്ലടച്ചില്ല, ഇന്ന കാരണം കൊണ്ട് എനിക്ക് അടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭർത്താവ് പറയുന്ന മറുപടി, നിനക്ക് എന്നോട് സ്നേഹമില്ല, എപ്പോഴും ഇങ്ങനെ ഓരോ പരാതികളും ചോദ്യങ്ങളാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ അനിയൻ്റെ വീടിൻ്റെ പണി എന്തായി? അതിന് നിന്നോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നല്ലോ, നീ കൊടുത്തോ? അതായത് വിഷയം മാറ്റി മറ്റൊരു വിഷയം അവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് രണ്ടാമത്തെ വിഷയത്തിലുള്ള മറുപടി ആര് പറയും? ഈ ഭാര്യ പറയും. അവൻ ചോദിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല,
അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലായിരിക്കും ആർഗ്യുമെൻറ്റ്, നീ എന്തിനാ അത്ര കൊടുത്തത്, ആ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അവന് കള്ളു കുടിച്ച് പൈസ ചിലവാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ ആർഗ്യുമെൻറ്റ് പോകും. എന്തുമാവട്ടെ, ഈ ചോദ്യം വരുന്നതിലൂടെ തന്നെ എന്തായി, പ്രധാനപ്പെട്ട വൈദ്യുതി ബില്ല്, കറണ്ട് ബില്ല് അടക്കേണ്ട ചോദ്യം അവിടെ മുങ്ങിപ്പോയി. ഇതാണ് ഡിഫ്ലക്ഷൻ. ഒരു വിഷയം വരുമ്പോൾ മറ്റൊരു വിഷയം ഇട്ട് ആ വിഷയത്തിൽ നിന്ന് മുങ്ങുന്ന ഒരവസ്ഥ. നിങ്ങളിത് അറിയണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പത്രസമ്മേളനം കേട്ടാൽ മതി. മിക്ക പത്രസമ്മേളനത്തിലും ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, അതിന് വ്യക്തമായി മറുപടി പറയാതെ മറ്റൊരു വിഷയം ഇട്ട് അതിലൂടെ ഒറ്റ പോക്കും. ഇവിടെ ഈ ചോദ്യം അവിടെ തന്നെ ബാക്കിയാവും. ഡിഫ്ലക്ഷനാണ് വേർഡ് സലാഡിന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം. ഇനി മൂന്നാമത്തെ തന്ത്രത്തിലേക്ക് പോകാം. ഇനി മൂന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കാണ്. അതായത് നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം പറയാണ്ട് മറ്റൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാം. നേരത്തെ പറഞ്ഞത് വിഷയം മാറ്റുക എന്നുള്ളതാണ്, ഇത് വിഷയം മാറ്റലല്ല, ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൊക്കെ ഈ അടവ് സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഒരു പാർട്ടി കുറച്ച് ഫണ്ട് മുക്കിയെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ പത്രക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര ഫണ്ട് മുക്കിയില്ലേ, അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ആ പാർട്ടി മുക്കി ശ്രദ്ധിച്ചില്ലേ, അതെന്താ ചോദിക്കാത്തത് എന്ന് ചോദിച്ച് മറ്റൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ എന്താവും, മുങ്ങും. ഇതാണ് നാർസിസ്റ്റായ വ്യക്തികൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം. ഞാൻ രാഷ്ട്രീയക്കാർ പറഞ്ഞ് നോക്കണ്ട, അവർ പൊതുവെ എപ്പോഴും ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് അവർക്കത് പിടിച്ചേക്കാൻ വളരെ നിർബന്ധമാണ്. എന്നാൽ നാർസിസ്റ്റുകൾ ഇത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇവരോട് ചോദിച്ച് ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ചോദിച്ച് നമ്മൾ പ്രതികളാവും. കാരണം നമ്മളെ പാസ്റ്റിലുള്ള ചില തെറ്റുകളോ കുറ്റങ്ങളൊക്കെ എടുത്തിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളാകെ കുടുങ്ങിപ്പോവും. ഉദാഹരണം പറയാം, ഒരു ഭർത്താവ്, ആ ഭർത്താവിന് എക്സ്ട്രാ മരൈറ്റൽ അഫെയർ ഉണ്ട്, അത് ഭാര്യ അറിഞ്ഞു. ഭാര്യ ചോദിക്കുകയാണ് നിങ്ങൾ ആരോടാണ് സംസാരിച്ചത്, നിങ്ങൾ ചാറ്റ് ചെയ്തല്ലോ, ഞാൻ കണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയല്ലോ എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയാണ് നീയും വലിയ കുറവൊന്നുമല്ലല്ലോ, നീ അന്ന് ചെയ്തത് എനിക്കും ഇപ്പോൾ ഓർമ്മയുണ്ട്, ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ ഭാര്യ കല്യാണം കഴിക്കുന്ന സമയത്ത് മുമ്പത്തെ അഫെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ആ സംഭവം ഇയാൾ ഓർത്തെടുത്ത്, ഇതിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ ശേഷമുള്ള സംഭവമായിരിക്കും, ആ സംഭവം ഓർത്തെടുത്ത് നീ 10 കൊല്ലം മുമ്പ് ഇങ്ങനെ ചെയ്തില്ലേ, ഓർമ്മയില്ലേ, ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ എന്താവും, സ്തബ്ധയായി പോകും. ഉത്തരം പറയാൻ പറ്റാതെ എന്ത് ചെയ്യും, കുടുങ്ങിപ്പോവും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അതൊരു വിഷയമേ അല്ല. കാരണം അതൊക്കെ എപ്പോഴേ വിട്ടു. മാത്രവുമല്ല അത് ഇവർ തുറന്നു പറഞ്ഞതാണ് ഭർത്താവിനോട്, എനിക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡിനോട് പറയണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് എന്ന രീതിയിൽ ഇവർ പറഞ്ഞതാണ്. പക്ഷേ അത് പിന്നീട് ആയുധമായിട്ട് 10, 20, 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഉപയോഗിക്കും, കൗണ്ടർ അറ്റാക്കായിട്ടൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ വേർഡ് സലാഡ് ഉപയോഗിക്കാം. ഇനി നാലാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിഗ്ഗിങ് ദ പാസ്റ്റാണ്. പാസ്റ്റ് തോണ്ടുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതും അതിൽ ഉദാഹരണപ്പെടുത്താം. നമ്മളെ കഴിഞ്ഞ കാലത്തെ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ വലിയ തെറ്റുകൾ എന്തോട്ടെ പറഞ്ഞ് പരിഹരിച്ച തെറ്റുകൾ, കുറ്റങ്ങൾ, പിഴവുകൾ, അശ്രദ്ധകൾ ഇതൊക്കെ എടുത്തെടുത്തിടും. എപ്പോഴാണ് എടുത്തിടുന്നത്, വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിലായിരിക്കും. ഞാൻ അന്നത് ചെയ്തില്ലേ, നീ അന്ന് നിൻ്റെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ പെരുമാറിയില്ലേ, നിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അങ്ങനെയൊക്കെ പലതും പറയും. ഇതൊക്കെ പറയുന്ന സമയത്ത് ഉത്തരമില്ലാത്ത അവസ്ഥയിലെത്തും. അതായത് ആവശ്യമില്ലാത്ത സമയത്ത് ചില സാധനങ്ങൾ ഇടും. സലാഡ് എന്നാ പറയാം, ഈ സലാഡ് ഇടും. ഇവിടെ ആര് കുടുങ്ങും, വിക്റ്റിമായ വ്യക്തി കുടുങ്ങും. വിക്റ്റിമിന് മറുപടി ഇല്ലാത്ത അവസ്ഥയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കണ്ടോ. നിങ്ങളെ പാർട്ട്ണറായ ആൾക്കാരോ നിങ്ങളെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളോ മക്കളോ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പഠിച്ചു വെച്ചോളൂ. ഇതിനെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് നേരിടേണ്ടത്. ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇവർക്ക് ആൻസർ കൊടുക്കാൻ നിൽക്കരുത്, മാറി നിൽക്കുക. പ്രത്യേകിച്ച് ഇങ്ങനൊരു വേർഡ് സലാഡ് നടക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആർഗ്യൂ ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ മറുപടി പറയാനോ നിൽക്കരുത്, മാറി നിൽക്കാം. മാത്രവുമല്ല നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിലേക്ക് തന്നെ എത്തിക്കാൻ നോക്കുക. അതായത് അടുത്ത ചോദ്യത്തിലേക്കോ വേറെ വിഷയത്തിലേക്കോ പോകാൻ സമ്മതിക്കാതിരിക്കുക, അതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇതിന് മറുപടി പറ, മറ്റ് വിഷയങ്ങളൊക്കെ പിന്നെ. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ആർക്കാണ് ചാറ്റ് ചെയ്തത്, അപ്പോൾ അയാൾ സ്നേഹമില്ല, സംശയമാണ്, മറ്റതും പലതും പറയും. അതൊക്കെ പോട്ടെ, വിശ്വാസമില്ല ഒക്കെ വിട്, സ്നേഹമില്ല എന്നൊക്കെ വിട്. നിങ്ങൾ ആരോടാണ് ചാറ്റ് ചെയ്തത് അത് പറയുന്നുണ്ടോ ഇല്ലയോ. അതായത് എന്ത് ചോദിക്കുമ്പോഴും അവസാനം ഈ ക്വസ്റ്റ്യനിലേക്ക്, നമ്മൾ അടിസ്ഥാനമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് തന്നെ എത്തിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ വട്ടം കറക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ വിശദീകരിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ നിൽക്കരുത്, മാറി നിൽക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കേൾക്കുക, എഴുതുക. എന്നിട്ട് എന്തൊക്കെയാണ് വേർഡ് സലാഡ്, സർക്കുലർ ആർഗ്യുമെൻ്റ് ആണോ, ഡിഫ്ലക്ഷൻ ആണോ, ഡിഗിൻ ദ പാസ്റ്റ് ആണോ, കൗണ്ടർ അറ്റാക്ക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക. അടുത്ത പ്രാവശ്യം അത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തുറന്നു പറയുക. മാത്രമല്ല നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എങ്കിൽ ഈ വിഷയത്തിൽ അഗ്രഗണ്യരായ മീഡിയേഷനിലെ ആൾക്കാരെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായം തേടുക. വീണ്ടും കാണാം. നന്ദി.